ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അടിസ്ഥാനമാക്കി കുറച്ച് ചിന്തകൾ നമുക്ക് പങ്കുവെക്കാം. മാനസാന്തരം ബൈബിളിലെ ഒരു അടിസ്ഥാന ആശയമാണ്. മാനസാന്തരത്തിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണങ്ങളിലൊന്നാണ് യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഈ അധ്യായത്തിൽ യോന ഒരു മത്സരിയായ പ്രവാചകനിൽ നിന്നും വിനീതനും അനുതപിക്കുന്നതുമായ ദൈവത്തിന്റെ ദാസനായി മാറുന്നത് നാം കാണുന്നു. യോനയുടെ മാനസാന്തരത്തിന്റെ അനുഭവം യോന പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ച യോനയെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി എന്ന് പറയുന്നു. മത്സ്യത്തിനുള്ളിൽ യോന തന്റെ പാപവും മത്സരവും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ രക്ഷയ്ക്ക് അവൻ നന്ദി പ്രകടിപ്പിക്കുകയും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ വേദഭാഗത്തിലൂടെ മാനസാന്തരത്തിന്റെ പ്രധാന ആശയങ്ങൾ യോനയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമതായി, പാപം അംഗീകരിക്കുക. യോന തന്റെ പാപവും ദൈവത്തിനെതിരായ മത്സരവും അംഗീകരിച്ചു. യോനാ പ്രവാചകന്റെ പുസ്തകം 2-4 അധ്യായത്തിൽ പറയുന്നത് പോലെ യഥാർത്ഥ മാനസാന്തരം ആരംഭിക്കുന്നത് നമ്മുടെ പാപത്തെ അംഗീകരിക്കുകയും നമ്മുടെ പ്രവർത്തികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ്. രണ്ടാമതായി, ദൈവത്തിങ്കലേക്ക് തിരിയുന്നു. യോന പ്രാർത്ഥനയിൽ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. അവന്റെ രക്ഷയും കരുണയും തേടി പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുന്നതും അവന്റെ പാപമോചനവും പുനഃസ്ഥാപനവും തേടുന്നതും മാനസാന്തരത്തിൽ ഉൾപ്പെടുന്നു. മൂന്നാമതായി, കൃതജ്ഞത പ്രകടിപ്പിക്കുക. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് തന്നെ രക്ഷിച്ചതിന് യോന ദൈവത്തോട് നന്ദി പ്രകടിപ്പിച്ചു. മാനസാന്തരത്തിൽ ദൈവത്തിന്റെ കരുണയ്ക്കും രക്ഷയ്ക്കും നന്ദി പ്രകടിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു. നാലാമതായി, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുകയും നിനവയിലെ ജനങ്ങളോട് പ്രസംഗിക്കുകയും ചെയ്യുമെന്ന് യോന വാഗ്ദാനം ചെയ്തു. മാനസാന്തരത്തിൽ ദൈവകൽപ്പന അനുസരിക്കുകയും അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നു. ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ നടത്തത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് മാനസാന്തരം. യോനയുടെ അനുഭവത്തിൽ നിന്ന് നാം കാണുന്നത് പോലെ മാനസാന്തരത്തിൽ നമ്മുടെ പാപം അംഗീകരിക്കുന്നതും ദൈവത്തിങ്കലേക്ക് തിരിയുന്നതും നന്ദി പ്രകടിപ്പിക്കുന്നതും ദൈവകൽപ്പന അനുസരിക്കുന്നതും ഉൾപ്പെടുന്നു. യോനയുടെ മാതൃകയിൽ നിന്ന് നമുക്ക് പഠിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിന്റെ മനോഭാവം വളർത്തിയെടുക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും നമ്മൾ പാപം ചെയ്ത് ദൈവത്തിനെതിരെ മത്സരിച്ചതോ ആയ കാര്യങ്ങൾ അംഗീകരിക്കുവാനും നമുക്ക് സമയമെടുക്കാം. പ്രാർത്ഥനയിൽ ദൈവത്തിലേക്ക് തിരിയാം. അവന്റെ പാപമോചനവും മാനസാന്തരവും നമുക്ക് നേടാം. ദൈവത്തിന്റെ കരുണയ്ക്കും രക്ഷയ്ക്കും നന്ദി പ്രകടിപ്പിക്കാം. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനും അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനും പ്രതിജ്ഞാബദ്ധരാവാം. പ്രാർത്ഥിക്കാം. പ്രിയ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പാപവും മത്സരവും ഏറ്റുപറഞ്ഞുകൊണ്ട് താഴ്മയുള്ള ഹൃദയങ്ങളോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഞങ്ങളുടെ പാപമോചനവും മാനസാന്തരവും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് തിരിയുന്നു. അങ്ങയുടെ കാരുണ്യത്തിനും രക്ഷയ്ക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാനും അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.